ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +2 ഫിസിക്സിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഗിവ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ചെറിയ ന്യൂക്ലിയസ് ഒന്നിച്ചു കൂടി വലിയൊരു ന്യൂക്ലിയസ് ആവുന്നതാണ്. ആ സമയത്ത് കുറച്ച് എനർജിയും പുറത്തേക്ക് വിടും. അതുപോലെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാലോ ഹെവി ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് മുറിഞ്ഞ് 2ഓ 3ഓ ചെറിയ ന്യൂക്ലിയർ ആയി മാറുന്നതിനാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ കൺട്രോൾഡ് ആയിട്ടും നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റും, അൺകൺട്രോൾഡ് ആയിട്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷെ ഫിഷൻ അധികവും അൺകൺട്രോൾഡ് റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് ഇത് നോക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ, the process of combining lighter nuclei to form heavier nucleus. It's a controlled reaction. Nuclear fission, the process of splitting of heavier nucleus to lighter nuclei. It is an uncontrolled reaction. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, what is meant by forbidden energy gap? ഇത് സെമി കണ്ടക്ടർ ഫിസിക്സിലുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെമി കണ്ടക്ടേഴ്സിൽ എനർജി ബാൻഡ്സ് ആണുള്ളത്. അത് വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് അതിന്റെ ആൻസർ എഴുതാം. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് സെനർ ഡയോഡ്. ഇപ്പൊ ഡയോഡ്സിലെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡയോഡാണ് സെനർ ഡയോഡ്. റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഷാർപ്പ് വോൾട്ടേജിലാണ് കട്ട് ഓഫ് ഉണ്ടാവുന്നത്. അപ്പൊ അതെന്തിനാ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേഷൻ, സ്റ്റെബിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സെനർ ഡയോഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഗോസസ് തിയറം. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ഗോസസ് തിയറം. എന്താ ഗോസസ് തിയറം? The electric flux through a closed surface is 1/epsilon naught times the charge enclosed. ഈ സെന്റൻസ് ആയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് എഴുതിയാലും മതി. അതെന്താണ്? phi that is electric flux is proportional to Q/epsilon naught. Q is charge, epsilon naught is the permittivity of free space. Give the equation for electric flux through the given surface when the angle between electric field and area is 45 degree. അപ്പൊ ഇവിടെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഏരിയ. സർഫസ് ഏരിയയും ഫിസിക്സിൽ നമ്മളൊരു വെക്റ്റർ ആയിട്ടാണ് എടുക്കുന്നത്, വിച്ച് ഇസ് ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പൊ ഇവ തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് phi is equal to E dot delta S. അപ്പോൾ E dot delta S എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറയും. തീറ്റയ്ക്ക് പകരം 45 ഡിഗ്രി കൊടുക്കുക. അപ്പൊ E delta X by √2 എന്ന് പറയും. കാരണം കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. What is the flux through the surface if the surface is parallel to the lines of force? അപ്പോ സർഫസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അതേ ദിശയിലായിരിക്കും. അപ്പൊ സർഫസും ലൈൻസ് ഓഫ് ഫോഴ്സും പാരലൽ ആണെങ്കിലോ അവ തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം സർഫസ് ഇസ് പെർപെൻഡിക്കുലർ, സർഫസ് ഏരിയ ഇസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പൊ അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് phi എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the effective capacitance when 3 capacitors are connected in parallel. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരയ്ക്കണം. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വോൾട്ടേജ് സോഴ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാരലൽ ആയതുകൊണ്ട് 3ഉം ഒരേ
വോൾട്ടേജ് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ മൂന്നിലേക്കും പോകുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷെ കറന്റ് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് മൂന്നിലേക്കും എത്തിപ്പെടുന്ന ചാർജസ് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ടോട്ടൽ ചാർജിനെ നമുക്ക് Q1 plus Q2 plus Q3 എന്ന് എഴുതാം. For parallel combination, voltage V is same but charge is distributed among the capacitors. ഇനി നമുക്കറിയാം capacitance C is equal to Q by V, where Q is equal to C into V. ഇവിടെ V ഇപ്പുറത്തേക്ക് എടുത്തതാണ്. അപ്പൊ Qക്ക് പകരം CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1ന് C1V, C2V, C3V. അങ്ങനെ V എന്ന് പറയുന്ന എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആവും. അപ്പൊ C is equal to C1 plus C2 plus C3. അതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണാം. A solenoid of length 0.5 meter has radius 1 centimeter and is made up of 500 turns. It carries a current of 5 ampere. What is the magnitude of the magnetic field inside the solenoid? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണണ്ടേ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്, അതിന്റെ ഫോർമുല B is equal to mu naught Ni by L. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറഞ്ഞാൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സോളിനോയിഡ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. മ്യൂ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്താണ്? 4π × 10⁻⁻⁷. ഇപ്പൊ L തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ട്, I കറന്റും തന്നിട്ടുണ്ട്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷനിൽ 4π × 10⁻⁷, N-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കറന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, L-നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 6.28 × 10⁻³ ടെസ്ല. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 3 മാർക്ക് കിട്ടും. ഇനി അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പൊ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തന്നിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ ഡിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോ ആൻസർ ഡിപ്പ് ആംഗിൾ. Define 2 magnetic elements of Earth. എർത്തിന് 3 മാഗ്നറ്റിക് എലമെന്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻക്ലിനേഷൻ, രണ്ടാമത്തെ ഡിപ്പ്, മൂന്നാമത്തെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. അപ്പൊ ഇതില് ഡിപ്പ് എന്ന് പറയുന്ന എലമെന്റ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത 2 എണ്ണത്തിനെ ഡിഫൈൻ ചെയ്യാണ്. ഒന്നെന്താണ്? ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആൻഡ് ജോഗ്രഫിക് മെറീഡിയൻ. പിന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. അതെന്താണ്? ദ കോമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് എളുപ്പം വാങ്ങിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്സിന്റെ. ഇത് കുറച്ച് നീളം കൂടിയതാണ്, കാരണം ഇതിനൊരു ഡെറിവേഷൻ വരുന്നുണ്ട്. Name the principle of AC generator. AC generator works on the principle of electromagnetic induction put forward by Michael Faraday. അപ്പോൾ ആദ്യത്തെ ആൻസർ AC generator വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ടാമത്തത് derive the expression for instantaneous EMF in an AC generator. അപ്പൊ നമുക്ക് ഡിറൈവ് ചെയ്യണം അല്ലെ. അവിടെ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക, ഇഫ് N is the number of turns of the coil. നമുക്കറിയാം AC ജനറേറ്ററിൽ ഒരു കോയിൽ ഉണ്ട്, അതൊരു റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഇങ്ങനെ ഒരു കോറിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. If N is the number of turns of the coil, the total magnetic flux phi B is equal to N into A dot B. Magnetic flux define ചെയ്തിരിക്കുന്നത് B dot A അല്ലെങ്കിൽ A dot B എന്നാണ്. N turns ഉണ്ടെങ്കിൽ N into B dot A. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ cos theta എന്ന് എഴുതാം.
ഇനി തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. ഇതെന്തിനാണ് ഇവിടെ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കാരണം ഇനി നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ടൈമിന്റെ ടേംസിൽ തന്നെ എഴുതണം. അതുകൊണ്ട് തീറ്റനെ ഞാൻ ഒമേഗ ടി എന്ന് എഴുതി. ഇനി by Faraday's law of electromagnetic induction, induced EMF E is equal to minus d phi by dt. Phiക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ NBA cos omega t. ഇവിടെ N-ഉം B-യും A-യും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു. ഇനി d by d theta of cos theta മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പൊ മൈനസ് സൈൻ ഒമേഗ ടി എന്ന് എടുത്തു. പിന്നെ നമുക്കറിയാം ഞാൻ പറഞ്ഞത് ഡി തീറ്റ ബൈ ഡി ടി ആണ്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി. അപ്പൊ ഈ ഒമേഗ ടീനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒമേഗ കൂടി വരും. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. അപ്പൊ ഒമേഗ എൻ ബി എ സൈൻ ഒമേഗ ടി. ഇവിടെ ഒമേഗ എൻ ബി എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ ഒമേഗ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെ. അപ്പോൾ EMF E is equal to E naught sin omega t എന്ന് പറയും. അപ്പൊ E naught എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് EMF എന്നാണ് പറയാ. അതിന്റെ വാല്യൂ എത്രയാണ്? ഒമേഗ എൻ ബി എ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജനറേറ്റർ. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ 3 മാർക്സ് ഈ ക്വസ്റ്റ്യന് കിട്ടും. ഇനി അടുത്ത 3 മാർക്സ് ക്വസ്റ്റ്യൻ. Give 2 properties of electromagnetic waves. Give one use of radio waves. അപ്പൊ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേവ്സിന്റെ എല്ലാ പ്രോപ്പർട്ടി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും ഉണ്ടാവും ഏകദേശം. കാരണം ലൈറ്റ് വേവ് ഇസ് കൺസിഡേർഡ് ആസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡസൻറ്റ് റിക്വയർ എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. അതൊന്നാമത്തെ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? ഇൻ വാക്യൂം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് തന്നെയായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റിയും. പിന്നെ റേഡിയോ വേവ്സിന്റെ 1 യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ 2 എണ്ണം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരുന്നത് അത് എക്സാമിന് എഴുതാം. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ റേഡിയോ വേവ്സ് ഉപയോഗിക്കും. TV ട്രാൻസ്മിഷൻ, റേഡിയോ ട്രാൻസ്മിഷൻ, ഇതിനെല്ലാം റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത 3 മാർക്കിന്റെ തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ബ്രീവ്സ്റ്റേഴ്സ് ലോ. Glass plate of refractive index 1.60 is used as a polarizer. Find the polarizing angle. ആദ്യം നമുക്ക് ബ്രീവ്സ്റ്റേഴ്സ് ലോ എന്താണെന്ന് നോക്കാം. ബ്രീവ്സ്റ്റേഴ്സ് ലോ പറയുന്നത് tan theta is equal to n. ഒരു ലൈറ്റ് വേവ് ഒരു മീഡിയത്തിൽ കടക്കുമ്പോൾ പോളറൈസേഷൻ സംഭവിക്കുന്നുവെങ്കിൽ ആ ആംഗിൾ ഓഫ് പോളറൈസേഷന്റെ tan theta അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് സമമായിരിക്കും. The tangent of angle of polarization is equal to the refractive index of the medium. But tan theta p is equal to n, where n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് 1.60 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ തീറ്റ പി എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് 1.60, ദാറ്റ് ഈസ് ഈക്വൽ ടു 58 ഡിഗ്രി. ഇതും വളരെ സിമ്പിൾ, കുറച്ച് എഴുതിയാൽ മതി, 3 മാർക്സ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെത് തന്നെ. കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഫോർ എ മെറ്റൽ given that photoelectric threshold wavelength is 6800 Armstrong. ഇത് ആംസ്ട്രോങ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ അത് വെച്ചിട്ടാണ് നമ്മൾക്കിത് സോൾവ് ചെയ്യേണ്ടത്. ഓരോ മെറ്റലിനും അതിന്റെ മുകളില് വേവ്സ് വീഴുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് വർക്ക് ഫംഗ്ഷനെക്കാട്ടിലും എനർജി ഉള്ളതാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ മിനിമം എനർജി എന്താണ്? അതിന്റെ വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പൊ വർക്ക് ഫംഗ്ഷൻ φ0 is equal to h mu naught. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, mu naught എന്ന് പറയുന്നത് ത്രെഷ് ഹോൾഡ് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത്
വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പൊ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പൊ സി ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട്. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഡെൽറ്റ ഫൈ നോട്ട് ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ നോട്ട്. H 6.63 into 10 raised to minus 34 and C is equal to 3 into 10 raised to 8 divided by lambda naught തന്നിട്ടുണ്ട്. എത്രയാണ്? 6800 ആംസ്ട്രോങ്. ആംസ്ട്രോങ് എന്നുള്ളത് നമ്മൾ SI യൂണിറ്റ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10 raised to minus 10 എന്ന് വരും. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ജൂൾസിലാണ് കിട്ടുന്നത്. 2.925 into 10 raised to minus 19 joules. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ജൂൾസിലുള്ള എനർജി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1.6 into 10 raised to minus 19 ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 1.89 into 1.89 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് ആൻസർ. ഇതും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിന്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡെറിവേഷൻ. അപ്പൊ ഇത് ഞാൻ പെന്നോണ്ട് എഴുതിയതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമിന് എഴുതുമ്പോൾ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുക. ഇതാ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പ്ലേറ്റ് പ്ലസ് ക്യൂ ചാർജ് ആണ്, മറ്റേ പ്ലേറ്റ് മൈനസ് ക്യൂ ചാർജ് ആണ്. അതിന്റെ ഓരോ പ്ലേറ്റിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അവ തമ്മിലുള്ള ദൂരം d എന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഫിഗർ എന്തായാലും വരയ്ക്കണം. Consider two parallel plates of area A separated by distance d. അപ്പൊ A എന്നാണ് ഇവിടെ ഏരിയ, അവ തമ്മിലുള്ള ദൂരം d ആണ്. They have surface charge densities plus sigma and minus sigma. എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ ഒരു സെന്റൻസ് എഴുതണമെന്നില്ല. അത് ഈ ഫിഗറിൽ കാണിച്ചാലും മതി, A എന്ന് ഇവിടെ എഴുതിയാലും മതി. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ചാർജ് ഡെൻസിറ്റി അല്ലേ, അപ്പൊ ചാർജ് പെർ ഏരിയ. ഇനി നമുക്ക് അറിയാം കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇതിൽ ക്യൂക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുക, വിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുക. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കാണാം. അപ്പൊ ക്യൂ ഇവിടുന്ന് നമുക്ക് കിട്ടും ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം പോസിറ്റീവ് പുറത്തേക്ക്, ഇങ്ങോട്ടായിരിക്കും. നെഗറ്റീവിനാണെങ്കിൽ അകത്തേക്ക്, അപ്പൊ അതും ഇങ്ങോട്ടായിരിക്കും. അപ്പൊ രണ്ട് പ്ലേറ്റ് കാരണവും നടുവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരേ ദിശയിലാണ്. അപ്പൊ അതിനെ രണ്ടിനെയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ ഷീറ്റ് ഓഫ് പ്ലേറ്റ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിന്റെ ആൻസർ കാണിച്ചിട്ടുള്ളതാണ്. E is equal to sigma by epsilon naught. കാരണം 2 half plus half 1 അല്ലേ, അപ്പൊ ഇത് കിട്ടും. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യൽ V is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് d. അപ്പോൾ ഇൻറ്റു ഡിയും കൂടി കൊടുക്കുക, സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡി. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C is equal to സിഗ്മ A എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ D എന്ന് കിട്ടും. കാരണം ക്യൂന് സിഗ്മ എ എന്നും കൊടുത്തു, വിന്റെ സിഗ്മ ഡി ബൈ എപ്സിലോൺ നോട്ട്. അപ്പൊ എപ്സിലോൺ നോട്ട് ന്യൂമറേറ്ററിൽ പോയി, സിഗ്മ സിഗ്മ ക്യാൻസൽ ആവും. അപ്പൊ എപ്സിലോൺ നോട്ട് എ ബൈ ഡി. അതാണ് കപ്പാസിറ്റൻസ്. അപ്പൊ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇക്വേഷൻ വന്ന ഒരിക്കലും വിടരുത്, 3 മാർക്കാണ്. ഫിഗർ വരയ്ക്കുക, ഡെറിവേഷൻ ചെയ്യാം. ഇനി അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. Find the value of current I in the circuit shown in the figure. അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിന്ന് മനസ്സിലാക്കുക, ഇതിവിടെ ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 30 ohmsഉം ഇത് രണ്ടും പാരലൽ ആയിട്ട് കണക്കാക്കാം. ഇത് രണ്ടും മാത്രം നോക്കുമ്പോൾ ഇത് ഒന്ന് കഴിഞ്ഞ ഒന്നല്ലേ വരുന്നേ. അപ്പൊ ഇതിങ്ങനെ സീരീസ് ആയിട്ടാണ് പോകുന്നത്. ഇതിലുള്ള കറന്റ് പോകുന്നത് ഇതേതായിരിക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവുക.
അപ്പൊ ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ആക്കിയിട്ട്, സീരീസ് കോമ്പിനേഷൻ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 30 + 30 60. അപ്പൊ ഞാൻ ഇതിനെ തന്നെ മാറ്റി വരച്ചിട്ടുണ്ട്. ഈ രണ്ടെണ്ണം സീരീസ് ആണ്. അപ്പൊ 60 ohms എന്നാക്കി എഴുതി വരച്ചിട്ടുണ്ട്. ഇത് 2 വോൾട്ട് ബാറ്ററി, ഇവിടെ ഒരു 30 ohm ഉണ്ട്, ഇത് രണ്ടും കൂടി 60 ohm. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ രണ്ട് പാരലൽ റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ അതിന്റെ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? 1/R is equal to 1/R1 plus 1/R2. 1/30 plus 1/60. 1/30നെ 60യുടെ അതേ ഡിനോമിനേറ്റർ ആക്കാൻ ഇൻറ്റു 2 മുകളിലും താഴെയും ചെയ്തു. അപ്പൊ 2/60 plus 1/60, അതായത് 3/60. ഇനി ശ്രദ്ധിക്കുക, അത് റെസിപ്രോക്കൽ എടുക്കണം, കാരണം 1/R ആണ് 3/60. അപ്പൊ R എന്താണ്? 60/3, that is equal to 20 ohms. ഇനി ചോദിച്ചിരിക്കുന്നത് I, കറന്റ് കാണാൻ. കറന്റ് is equal to voltage by resistance. വോൾട്ടേജ് എത്രയാ? 2 volt. അപ്പൊ 2/20, that is equal to 0.1 ampere. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഷോക്ക് ആവരുത്. ഇത് രണ്ടും സീരീസ് ആണെന്ന് കണ്ടോടാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അതുടൻ തന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ സ്റ്റഡി വെൽ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.